ഇന്നലെ നമ്മുടെ ലൂസ് ടോക്ക് കണ്ടിട്ട് പല ആളുകളും നമ്മൾ ഈ മുനമ്പത്തെ പ്രധാനപ്പെട്ട വിഷയം എന്തോ ചർച്ച ചെയ്തതെല്ലാം ചോദിച്ചിട്ട് ശരിക്കും അത് ഇന്നലത്തെ ആ സമയ പ്രശ്നം കൊണ്ട് സംഭവിച്ചാണ്. പക്ഷേ ഇന്നലെ നമ്മളത് ഫോക്കസ് ഔട്ടിലെ കാര്യം വിശദമായി ചർച്ച ചെയ്തിരുന്നു. അതെ അതെ എങ്കിലും ഒരു കാര്യം കൂടെ ഒന്നുകൂടെ പറയുകയാണ്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരും അവർ നിയോഗിച്ച വഖഫ് ബോർഡും തന്നെയാണ് ഇപ്പോൾ വീണ്ടും വിവാദം ഉണ്ടാക്കാനുള്ള ഈ ഒരു സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഈ മുനമ്പത്തെ ഭൂമി വഖഫ് സ്വത്തായിട്ട് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു എന്നുള്ള വിവരം ഇന്നലെയാണ് പുറത്തു വരുന്നത് അല്ലേ? അതെ അതെ, ഈ പോകുന്ന വഴിക്ക് ചെയ്തിട്ട് പോയതാണ്. അപ്പം ഇന്നലെ പുറത്ത് വന്നപ്പോഴത്തേക്ക് വലിയ സൈബർ ആക്രമണം മുഖ്യമന്ത്രി സതീശന് നേരെ ഉണ്ടായിട്ടുണ്ട്. അതായത് അധികാരത്തിൽ വന്നാൽ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കും എന്ന് വാക്ക് കൊടുത്തയാളാണ് സതീശൻ. എന്നിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവർ നോക്കുമ്പോൾ എന്താണ്, വഖഫ് ബോർഡ് ഈ മെയ് 16 ഈ ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വഖഫ് ട്രൈബ്യൂണലിൻ്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു, മെയ് 17 ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, 16 ഇവർ ചെയ്യുന്നത്. സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. സ്വാഭാവികമായും എല്ലാവരും സംശയിക്കുന്നത് എന്താ, ഈ സർക്കാരിൻ്റെ കാലത്താണ് ഇത് ഉണ്ടായിരിക്കുന്നത് എന്നാണ് സംശയിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ എൻഡിങ്ങിൽ, അതായത് അവസാനത്ത് കുറേ വേലത്തരങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ചെയ്തു വെച്ച വേലത്തരങ്ങളെല്ലാം ഈ വരുന്ന സർക്കാരിന് പണിയാകട്ടെ എന്ന് കരുതിയാണ് ഇവർ ചെയ്തത്. അതിൽ പലതും ഉണ്ടല്ലോ. നമ്മൾ പറയും പോലെ 4000 കോടി രൂപ അക്കൗണ്ടിലുണ്ട് സർക്കാരിന്റെ പറഞ്ഞിട്ട് അത് ശരിക്കും ലോൺ എടുത്ത് വാട്ടർ അതോറിറ്റിക്കുള്ള പൈസ ആയിരുന്നു. അതുപോലെ പല ഉടായ്പ അവർ കാണിച്ചു വെച്ചിട്ടാണ് ഇറങ്ങി ഓടിയത്. അതുപോലെ മരിയാന്തുരത്തിന്റെ ഒഴിപ്പിക്കല് 14 തവണ അവർ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം ഇപ്പോൾ ഈ UDF സർക്കാർ വന്ന് ഒരാഴ്ച പോലും ആവണ എന്തുകൊണ്ട് നടത്തുന്നില്ല എന്ന് ചോദിച്ചാണ് ഇപ്പം ബഹളം വെക്കുന്നത്. അതെ, അങ്ങനെ കുറേ വിഷയങ്ങളുമായിട്ടാണ് ഇവർ മുന്നോട്ട് വന്നത്. അതിൽ ഈ വഖഫ് ബോർഡിന്റെ വിഷയം, ഈ വഖഫ് ഭൂമി, മുനമ്പത്തെ വഖഫ് ഭൂമി സംബന്ധിച്ച് തർക്കം കോടതിയിലാണ് നിലകൊള്ളുന്നത്. പക്ഷേ ഒരു വല്ലാത്ത ഒരു നിയമം തന്നെയാണ് ഈ വഖഫ് നിയമം. ഇതിന് ഇത്രയും സൗകര്യം ചെയ്തു കൊടുത്ത കോൺഗ്രസ്സുകാർ തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ. 95 നരസിംഹറാവു സർക്കാരിന്റെ കാലത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് രാജ്യത്ത് വന്നപ്പം അവരൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒരു നിയമം അന്ന് കൊണ്ടുവന്നതാണ് ശരിക്കും അന്നത്തെ കോൺഗ്രസ് സർക്കാർ. ഏത് ഭൂമിയും വഖഫ് ബോർഡിന് ഏറ്റെടുക്കും, ഞങ്ങൾ വഖഫാന്ന് പറഞ്ഞാൽ മതി. അത് ആലോചിച്ച് നോക്കി, ഇത് വളരെ വിചിത്രമായ നിയമമാണ്. എന്തുകൊണ്ട് ഇത് അന്ന് ആരും എതിർത്തില്ല എന്ന് ചോദിച്ചാൽ, അന്ന് നമ്മുടെ ലോക്സഭയിൽ തന്നെ പ്രതിപക്ഷം ദുർബലമായിരുന്നു. മാത്രമല്ല ഈ കൂടെ നിന്ന അന്നത്തെ ഈ ഇടതുപക്ഷ പാർട്ടികൾ എല്ലാവരും ഇത് ഞങ്ങൾക്കെതിരാകുമോ, ഈ ന്യൂനപക്ഷങ്ങൾ ഞങ്ങൾക്കെതിരാകുമോ എന്ന് കരുതി ആരും ഒന്നും വേണ്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ലാത്ത ഒരു സംഭവമായിരുന്നു അന്ന് ഈ സർക്കാർ, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ ഒരു പുതിയ നിയമം. ഒരു ജനാധിപത്യ രാജ്യത്താണെന്ന് തോന്നുന്നു ഇത്രയും ഒരു കരിനിയമം എന്ന് വേണേ പറയാം അല്ലേ? സാധാരണ കോടതിയെ പോലും കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് വഖഫ് ട്രൈബ്യൂണലിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന നമ്മുടെ ഭൂമി നാളെ വന്നിട്ട് ഇത് വഖഫ് സ്വത്താണെന്ന് അവർ എഴുതി വെച്ചാൽ ആ സ്വത്ത് കൊടുത്തിട്ട് പോകുക എന്നുള്ള മാർഗ്ഗമേ ഉള്ളൂ. മാത്രമല്ല ആരോ പറഞ്ഞല്ലോ, ഡൽഹിയിലെ പാർലമെന്റ് മന്ദിരം ഇരിക്കുന്ന സ്ഥലം വരെ വഖഫാണെന്ന് ആരോ പറഞ്ഞു എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ പിന്നെ അത് അംഗീകരിക്കേണ്ടി വരും. പാർലമെന്റും ഡൽഹിയിലെ പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി ഓഫീസ് ഇരിക്കുന്ന സ്ഥലം വഖഫ് ആസ്തിയാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കേണ്ടി വരും. ഈ മുനമ്പത്തേതെന്ന് പറഞ്ഞാൽ ഫറൂഖ് കോളേജിന്റെ ആയിരുന്നു ഈ ഭൂമി. അതെ അതെ അതെ, അത് അവർ തന്നെ എഴുതി വിറ്റതിന് ശേഷം ഇപ്പൊ അത് വഖഫാന്ന് പറഞ്ഞാൽ അവർ തന്നെ വന്നിരിക്കുന്നു. ആളെല്ലാം പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട്. മാത്രമല്ല ഇപ്പൊ കരമടയ്ക്കാൻ അനുമതി കിട്ടിയിരുന്നു. ഇപ്പൊ ഈ ഇടയ്ക്ക് കോടതി ഉത്തരവൊക്കെ വന്നപ്പോൾ ആള് കരമടച്ച. അപ്പൊ അങ്ങനെ കരമടച്ചവരുടെ വസ്തു തിരിച്ചു പിടിക്കാൻ പറ്റും വകുപ്പുണ്ടെന്നുള്ള അടുത്ത ചോദ്യം. എന്താണെങ്കിലും അത് ഈ വഖഫ് പ്രശ്നം അത് ഇത്തരം ഒരു പരിപാടി ഒപ്പിച്ച് നിലവിലെ വഖഫ് ബോർഡ് LDFന്റെ കാലത്ത് നിലവിലുള്ളതാണ്, സർക്കാരിന്റെ കാലത്ത് നിലവിലുള്ളതാണ്. UDF സർക്കാർ വന്നതിന് ശേഷം ഒരു ബോർഡും പുനഃസംഘടിപ്പിച്ചിട്ടില്ല, കാരണം അവരങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പം ഈ പണി ചെയ്തോട്ട് പോയിട്ട് അത് സതീശന്റെ തലക്കടിക്കാനാണ് ഇവർ ശ്രമിച്ചത്. മിൽമ പാലിന്റെ വില വർദ്ധിപ്പിച്ചത് നമുക്ക് ഈ അവസരത്തിൽ അതെ മിൽമ പാലിന്റെ വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് മാർച്ചിലാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് തൊട്ട് മുമ്പാണ് തീരുമാനിക്കുന്നത്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിനാൽ വില വർദ്ധിപ്പിക്കാൻ സാധിക്കാതെ പോയി. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയുന്ന പുറകെ മെയ് 6 വില വർദ്ധിപ്പിക്കുമെന്ന് അന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ വില വർദ്ധിപ്പിച്ചു. ഈ വില വർദ്ധിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ സതീശൻ സർക്കാരിൻ്റെ തലയിലിട്ടു. അതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വില വർദ്ധിപ്പിച്ചതിനെതിരെ സമരം ചെയ്യുന്നവർ വലിയൊരു വിഭാഗത്തെ കണ്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ സാധാരണ ക്ഷീരകർഷകർ, കേരളത്തിൽ പാലുൽപാദനം ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ്. ഇതിനും നമുക്ക് ഈ തമിഴ്നാട്ടിലെ കൃത്രിമ പാലുകളാണ് നമ്മൾ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അതിർത്തി കടന്നു വരുന്ന പാല് മുഴുവൻ മായമുള്ള പാലുകളാണ്. അത് നേരത്തെ അതിർത്തി ചെക്ക് പോസ്റ്റിൽ പിടിച്ച് കമ്പനിയുടെ പലതവണ പ്രശ്നമായതാണ്. ഇവിടുത്തെ സർക്കാരിനും ഇവിടെ വേണ്ടപ്പെട്ടവർക്ക് ഉദ്യോഗസ്ഥർക്കും കൈക്കൂലി കൊടുത്തും മറ്റുമാണ് ഈ കൃത്രിമ പാൽ ഇങ്ങോട്ട് വരുന്നത്, അല്ലെ മായം കലർന്ന പാല് വരുന്നത്. ഇവിടെ ന്യായമായിട്ട് വീടുകളിൽ പശുവിനെ വളർത്തി അതിനുവേണ്ടി ക്ഷീര വ്യവസായത്തെ കൃത്യമായിട്ട് കൊണ്ടു നടക്കുന്ന കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിരുന്നത്.
അല്ല അതുകൊണ്ടാണ് ആ പാലിന് വില കൂട്ടേണ്ടി വന്നത് അത് എന്നുള്ള വിശദീകരണം നേരത്തെ സർക്കാർ കൊടുത്തിട്ടുണ്ട്. അതിന് വേറെ ഒന്നും പറയാനില്ല. അതും എല്ലാവരും വന്നിട്ട് കർഷക തൊഴിലാളികളുടെ ക്ഷേമം, ഞങ്ങൾ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും കൂട്ടത്തിലാണെന്ന് പറയുന്ന CPM-കാരാണ് ഈ കർഷകർക്ക് പാൽ വില കൂട്ടി കിട്ടുന്നതിന് എതിര് നിൽക്കും. തൊഴിലാളികളെ അവർക്ക് യാതൊരു പരിധിപ്പെടുന്നതല്ല. ഇവരുടെ മുമ്പിൽ മുതലെടുപ്പേ ഉള്ളൂ. ഇവർ ഈ പാൽ വില വർദ്ധിപ്പിച്ചതിനെതിരെ സംസാരിക്കുമ്പോൾ സത്യത്തിൽ ഇവർ കർഷകരെ ദ്രോഹിക്കുകയല്ല. അല്ല, അത് തന്നെയാണ് മുനമ്പത്ത് സംഭവിച്ചത്. മുനമ്പത്ത് നമുക്കറിയാം ആദ്യ ഘട്ടങ്ങളിലൊക്കെ തന്നെ മറുനാടൻ മലയാളി മാത്രമാണ് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉറച്ച് നിലപാട്. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം എനിക്കാണ് അത് അവിടെ വെച്ചൊരു ഫോൺ വരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ നമ്പർ ഉള്ളപ്പോഴാണ് അതിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഞാനാണ് ഇത് പീയൂഷിനെ പറഞ്ഞിട്ട് മുനമ്പം പോയി ചെയ്യണം എന്ന് പറഞ്ഞ് പീയൂഷിനെ പറഞ്ഞു. അവിടുത്തെ ഒരു സമരസമിതി ജെയിംസ് എന്നോ എന്താ മറ്റോ അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ പീയൂഷ് പോയാണ് ഈ സംഭവം ഏറ്റെടുത്തത്. നമ്മളിത് ഏറ്റെടുത്തതിൻ്റെ പിന്നാലെയാണ് അവിടെ സമരം തുടങ്ങുന്നതും നമ്മൾ എല്ലാ ദിവസവും സമരപന്തലിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചീഫ് എഡിറ്റർ പോയി സംസാരിച്ചാണ് മുനമ്പം വിഷയത്തിൽ നമ്മൾ കൃത്യമായ കാര്യം പറഞ്ഞു. മുനമ്പം വിഷയം ഒരു സമുദായത്തിനെതിരല്ല, പക്ഷേ ഈ രാജ്യത്ത് നിലക്ക് ഇത്ര ഒരു ഫൂളിഷ് ലോയാണ് അല്ലേ? ആണ്. അതൊരു അബദ്ധമാണത്. അത് ഇനിയെങ്കിലും അത് പാർലമെന്റിൽ വെച്ച് അത് ഭേദഗതി ചർച്ച വന്നപ്പോൾ കേരളത്തിൽ നിന്ന് പിന്നെ ഇതിനു വേണ്ടി ഇതിനെ അനുകൂലിക്കുമെന്ന് പറഞ്ഞപ്പോൾ സമയം കാലം മാറി. ഓർമ്മയുണ്ടോ? ചില MP-മാർ സമയം അപ്പം എതിർ നിലപാടെടുത്തു. ആണ്. അപ്പം ഇത് ഈ നിയമം ഭേദഗതി ചെയ്യണം എന്നുള്ളത് ഒരു ആവശ്യമാണ്. കാരണം ഇത് സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഒരാളുടെ കയ്യിലിരിക്കുന്ന ഭൂമി വേറൊരാള് ഒരു രേഖയില്ലാതെ പിടിച്ചു പറിക്കുന്ന ഒരു അവസ്ഥയല്ലേ? അല്ല, ഇതൊക്കെ ഡ്രാഫ്റ്റ് ചെയ്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരികയും ഇത് അതിവിചിത്രമായ വ്യവസ്ഥകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത് ആരാണ്? അന്ന് നമ്മുടെ പാർലമെന്റിൽ MP-മാർ എന്ത് ചെയ്യായിരുന്നു? അവിടെ വളരെ മിടുക്കന്മാർ അന്നത്തെ കാലം വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുണ്ടായിരുന്നിട്ട് വരും ആരൊന്നും മിണ്ടിയിലേക്ക് പോകും. അഥവാ ഇനി ആരെങ്കിലും മിണ്ടിയിരുന്നെങ്കിൽ അവരെ ന്യൂനപക്ഷ വിരുദ്ധനായി ചിത്രീകരിക്കണം ചെയ്ത് കാണുമായിരിക്കും. നമുക്ക് ഓർമ്മയില്ലത്. എന്നാലേ സതീശൻ അതിന് കൃത്യമായി മറുപടി കൊടുത്തു. 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കുന്നത് എങ്ങനെ? 10 മിനിറ്റ് കൊണ്ട് ഞാൻ പരിഹരിക്കും? ഇവർ ഈ ഉണ്ടാക്കി വെച്ചിട്ട് പോയിരിക്കുന്നത് ഞാൻ എങ്ങനെ പരിഹരിക്കും? അതുകൊണ്ട് സതീശൻ രക്ഷപ്പെട്ടു. ഇവർ ഈ കുടുക്കുണ്ടാക്കി വെച്ചോണ്ട് അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിച്ച് അതേ കൂടെ ഇനി ഇത് കുറേ നാൾ ഇതിങ്ങനെ മുമ്പോട്ട് പോകും. ചിലപ്പോൾ ഈ സർക്കാർ തീരുന്നതിന് മുമ്പ് പോലും ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാവില്ല. അത് അതിനുള്ള കുരുക്ക് ഒപ്പിച്ച് വെച്ചിട്ടാണ്. അവിടുത്തെ മനുഷ്യരുടെ കാര്യം അവിടെ വളരെ സാധാരണക്കാരാണ് കൂടുതലും താമസിക്കുന്നത്. അവരെ വളരെ ദോഷകരമായി ബാധിച്ച ഒരു വിഷയമായിരുന്നു. അവർക്ക് വസ്തു ആർക്ക് എഴുതി കൊടുക്കാൻ, മക്കൾ എഴുതി കൊടുക്കാൻ പറ്റുന്നില്ല, വിൽക്കാൻ പറ്റുന്നില്ല, കൈമാറ്റം ബാങ്കിൽ ലോണ് കിട്ടുന്നില്ല, ഒന്നും ഈ വസ്തു കൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിരുന്നു. ഈ മാത്രമല്ല ഈ എന്താ പറയുന്നത്, അവർ അവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്നു, സ്വന്തമായിട്ട് വീട് വെച്ച് അവർക്കൊരു ഇച്ചിരി മണ്ണെന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അവരുടെ ജീവിതത്തിലെ അവരുടെ സമ്പാദ്യം ഇതാണ്. ഇതൊക്കെ ഒരു സുപ്രഭാതം. അത് കാശ് കൊടുത്ത് മേടിച്ചതാണ് അവർ. അതെ, കാശ് കൊടുത്ത് മേടിച്ച. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർക്ക് വേറെ ഭൂമി വക്കഫ് ബോർഡ് കണ്ടെത്തി കൊടുക്കട്ടെ. അതെ, അങ്ങനെ ഉണ്ടെങ്കിൽ അതായത് കൃത്യമായിട്ട് അത് മാത്രമല്ല, വർഷങ്ങളായിട്ട് അവിടെ ജനിച്ചു വളർന്ന ആൾക്കാർക്ക് ഇത് ഉപേക്ഷിച്ചിട്ട് എങ്ങനെ പോകാൻ പറ്റും? അവർ നികുതി അടക്കാൻ നിന്നപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്നപ്പോൾ കാര്യം പറയുന്നത് നിങ്ങളുടെ വസ്തു അല്ല ഇതെന്നുള്ള കാര്യം. പലരും ഞെട്ടിപ്പോയെന്നാണ് അവിടെ. അന്നേ പിണയാണല്ലോ സമരവും പ്രശ്നമൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്, നിയമ പോരാട്ടം നടത്തിയവർ. അത് ശരിക്കും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെല്ലാവരും അല്പം ഒന്ന് മുന്നോട്ട് മാറിക്കുന്നത്. കാരണം ഇത് ഞങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധന്മാരാവുമെന്ന് പേടിച്ച് ഈ മുനമ്പ് പ്രക്ഷോഭം നടന്ന സമയത്തൊക്കെ തന്നെ പലരും മാറിയിരിക്കുകയായിരുന്നു. പിന്നീടാണ് എല്ലാവരും ഇത് വളരെ ജനശ്രദ്ധ പിടിച്ചു പറ്റുകയും മറുനാടൻ മലയാളി ഇതിന് വളരെ പ്രാധാന്യത്തോട് കൊടുക്കുകയും പിന്നീട് പല നേതാക്കന്മാരും അതിന് സഭയൊക്കെ ഇടപെട്ട് വന്ന ഒരു സമയത്താണ് എന്നാൽ പിന്നെ നമ്മളും കൂടെ കൂടിക്കളയാമെന്ന് പറഞ്ഞ് പലരും വന്നത്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു ശതമാനം രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിൽ നിന്ന് മാറിയിരിക്കുകയായിരുന്നു. ആ ഭാഗത്തോടെ തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരുന്നു. അല്ല, ഇത് സതീശൻ്റെ തലവേദനയാണ്. ആണ്. കാരണം മുസ്ലിം ലീഗ് കൃത്യമായിട്ട് പിടിമുറുക്കും. മുസ്ലിം ലീഗ് ഈ വഖഫ് ഭൂമിക്ക് എതിരെ നിലപാട് സ്വീകരിക്കും, വഖഫ് ബോർഡിനെതിരെ നിലപാട് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാവുക, സ്വീകരിക്കുകയില്ല. പക്ഷേ അവിടുത്തെ സാധാരണ ജനങ്ങളെ ഞാൻ 10 മിനിറ്റ് കൊണ്ട് രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞ സതീശൻ്റെ നിലപാട് എന്താവും? ഇനിയിപ്പം BJP ഇതിൽ കയറി പിടിക്കും. 3 MLA-മാരുണ്ടല്ലോ, അവർ വിഷയം നിയമസഭയിൽ ഉന്നയിക്കും. ഇത് ഭരണപക്ഷത്ത് തന്നെ സ്പ്ലിറ്റ് ആകത്തില്ലേ? ഭരണപക്ഷത്ത് ഇപ്പം ഈ പറയുന്ന മുസ്ലിം ലീഗ് വഖഫിന് കൂടെ നിൽക്കുകയും ബാക്കി ഘടകകക്ഷികൾ, അതായത് കേരള കോൺഗ്രസും RSPയും ഈ പറയുന്ന കോൺഗ്രസിനകത്തെ ഒരു വിഭാഗം ഇതിനെ എതിർക്കും. ഇത് UDF-ൽ വലിയൊരു അതിനുവേണ്ടിയാണ് ഇവർ ഇങ്ങനത്തെ ഒരു തരികിട കാണിച്ചിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നത് LDF സർക്കാർ. കാരണം ഇത് ഇനി യുവമാർ തമ്മിൽ അടിക്കട്ടെ, ഇത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം സതീശന് ചുമ്മാ ആശ്വസിക്കാവുന്നേ ഉള്ളൂ. ഇത് വിഷയമായിട്ട് വരാൻ പോകണം, ഇത് വലിയ സമരമായിട്ട് വരും. ഏതായാലും വഖഫ് ബോർഡിന്റെ ചെയർമാനായിരുന്ന അവിടെ ഇലക്ഷൻ ഭംഗിയായിട്ട് തോറ്റു. എല്ലായിടത്തും ഈസി വാക്കോറുള്ളായിരുന്നു. PSC ചെയർമാനാവുന്നു,
ഒക്കെ ബോർഡ് ചെയർമാൻ, അതെല്ലാം അദ്ദേഹത്തിന് ചെയർമാൻ സ്ഥാനത്തിൽ ഇല്ലാത്തൊരു സമയമില്ല. പുള്ളി വരുന്നത് സക്കീർ ഹുസൈൻ. അതെ PSC അധ്യക്ഷനായിരുന്നു അല്ലേ? അതെ, ചെയർമാനായിരുന്നു, PSC ചെയർമാനായിരുന്നു. എന്താണെങ്കിലും ശരി, വലിയ ഒരു കരി നിയമമെന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണം. ഒന്ന് ആലോചിച്ചോണം. CPM-നും കോൺഗ്രസിനും BJP-ക്കും എല്ലാം ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ്. അവർക്ക് ആ മുതലെടുപ്പ് മാത്രമേ പറ്റുന്നുള്ളൂ. അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജനവികാരം, അവരുടെ ഗതികേട്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇവിടെ ഒരു പാർട്ടിയും തയ്യാറാവില്ല. അല്ല, അതാണ് വാസ്തവം. സാധാരണക്കാരന് വേണ്ടി അല്ല ഇപ്പം നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുന്നതെന്ന് മനസ്സിലായില്ല. ഒന്നീ മത നേതാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ വ്യവസായികൾക്ക് വേണ്ടി മാത്രമാണ്. സാധാരണക്കാരൻ്റെ വിഷയം വരുമ്പോൾ പരിഹാസമാണ് പലർക്കും. ഇത് ഒരിക്കലും ന്യായമായൊരു നിയമമാണെങ്കിൽ നമുക്കൊരു പക്ഷം പിടിക്കാം. പക്ഷെ ഒരു സമുദായത്തിന്, ന്യൂനപക്ഷ സമുദായത്തിന് അനുകൂലമായിരിക്കും എന്ന് കരുതി അവർക്കൊപ്പം നിൽക്കുന്നതിനല്ല ന്യായം. ഇതിനകത്തെ ന്യായാന്യായങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനൊപ്പം നിൽക്കുക. നിങ്ങൾ മനുഷ്യർക്കൊപ്പം നിൽക്കുക, അതാണ് ജാതി മതം. മനുഷ്യൻ്റെ ഒപ്പം നിൽക്കുക, അതാണ് ഇപ്പോൾ വേണ്ടത്.